ഒരു സംഭവം വെച്ചിട്ട് അങ്ങനെ ഒരു നിഗമനത്തിലെത്തുന്നത് ശരിയല്ല. ഈ സംഭവം അങ്ങേയറ്റം അപലപനീയമാണ്. അത് ഉയർന്നു വന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകുകയും ഇതിലെ കുറ്റവാളിയായ ഉദ്യോഗസ്ഥനെ കേന്ദ്ര പ്രാധാന്യത്തോടെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടി ഇത് സംബന്ധിച്ചിട്ട് ഗവൺമെന്റിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാം. ഓരോ സംഭവം വരുമ്പോഴും ഒറ്റപ്പെട്ട സംഭവം എന്നാണ് അങ്ങും പറയുന്നത്, CPM നേതാക്കളും പറയുന്നത്, സർക്കാരിലെ മന്ത്രിമാരും പറയുന്നത്. ഇത് ശരിക്ക് പോലീസുകാരെ നിയന്ത്രിക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചയുണ്ടോ? ഒരു പാളിച്ചയുമില്ല. പോലീസുകാരെ ഏറ്റവും ശക്തമായി നിയന്ത്രിക്കുന്ന ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ അതിന്റെ മെറിറ്റിൽ നടപടിയെടുക്കുക എന്നുള്ളതാണ്. ഒരു സർക്കാർ എങ്ങനെയാണ് അതിനെ സമീപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള പല സംഭവങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. വളരെ ഗൗരവത്തോടുകൂടി ഇത്തരത്തിൽ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളെയും അതീവ പ്രാധാന്യത്തോടെ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ എത്രയും പോലീസ് ഓഫീസർമാരെയാണ് സർവീസിൽ നിന്ന് എക്സ്പെൽ ചെയ്തത്. കേരളത്തിൻ്റെ പോലീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നിങ്ങളതിനെ അങ്ങനെ കാണണം. പോലീസ് സേനയുടെ ശുദ്ധീകരണത്തിന് വളരെ കൃത്യമായൊരു പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകൾക്കുണ്ട്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സമയത്താണ് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി കൊണ്ടുവരുന്നത്. ആ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോലീസുകാർക്കെതിരായ പരാതി പരിശോധിക്കുന്നതിനും അത് അന്വേഷിക്കുന്നതിനും ഏതൊരു പൗരനും സമീപിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം തന്നെ കേരളത്തിൽ ആരംഭിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കാലത്താണ്. സഖാവ് കോടിയേരി എന്ന ആഭ്യന്തരമന്ത്രിയാണ്. അതിൻ്റെ തുടർച്ച ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾക്കിത് സംബന്ധിച്ച് കൃത്യമായൊരു നയമുണ്ട്. പോലീസ് ജനകീയമാവുക എന്നുള്ളതാണ്. ആ നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഓഫീസർ പ്രവർത്തിക്കുകയോ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയോ ചെയ്താൽ ആ സംഭവത്തിൽ കർശനമായ നടപടി എടുക്കുകയാണ് ഞങ്ങളുടെ പതിവ്. ഇക്കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ട്. അതെ, നിയമ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് ലഭിക്കും. അതിനുശേഷമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ കാലതാമസം വന്നത് അല്ല, കാലതാമസം ഈ ഇതുവരെയാണല്ലോ. ഇത് സംബന്ധിച്ച് പല പരാതി പറയട്ടെ. CM-ന് പരാതി കൊടുത്തിരുന്നു, അതിൽ നടപടി വന്നില്ല. MP പറയാം. ലഭിക്കുന്ന പരാതികൾ സ്വാഭാവികമായ പരിശോധനയ്ക്ക് കൊടുക്കുകയാണ് പതിവ്. ഇത് ആ നിയമ പോരാട്ടത്തിലൂടെ അവർക്ക് ആ CCTV വിഷ്വൽ വന്നു. CCTV വിഷ്വൽ വരുമ്പോൾ CCTVയുടെ ആ ദൃശ്യത്തിന്റെ പ്രാധാന്യം കണ്ട ഉടനെ മാത്രം തന്നെ നടപടിയെടുത്തു. നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ പരാതി എന്ന് പറയുമ്പോൾ അവർ പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. പരാതി സംബന്ധിച്ച് സാധാരണ വരുന്നൊരു പരാതി സംബന്ധിച്ചിട്ട് അത് അന്വേഷിച്ചിട്ടുണ്ടാകാം. അത് പറയട്ടെ, അത് അതിൻ്റെ ഫയൽ സംബന്ധിച്ച് പരിശോധിക്കണം. എന്താണ് ആ വന്ന പരാതി, രേഖാമൂലം കൊടുത്ത പരാതിയിൽ എവിടേക്കാണ് പോയത്, എന്താണ് അന്വേഷിച്ചത്, അതിൻ്റെ ഫൈൻഡിങ്സ് എന്തായിരുന്നു, അത് അന്വേഷണം ഇപ്പോഴും തുടരുകയാണോ, എന്താണ് പരിശോധിക്കേണ്ട കാര്യമാണ്. അതിപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. എനിക്കും നിങ്ങൾക്കും അറിയാവുന്ന കാര്യം നമ്മുടെ കൺമുമ്പിൽ വന്ന ഒരു ദൃശ്യമാണ്. ആ ദൃശ്യം കണ്ട മാത്രയിൽ തന്നെ അത് സംബന്ധിച്ച് നടപടിയെടുത്തു. ഒന്ന്, ഇനി ആ ദൃശ്യത്തിൽ കണ്ട കാര്യങ്ങൾ ശരിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങേയറ്റം മോശമാണ്, അപരിഷ്കൃതമാണ്, അത് തെറ്റാണ്. അത് കേരളത്തിൻ്റെ പോലീസ് സേനയ്ക്ക് നമ്മുടെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്തെ പോലീസ് സേനയ്ക്ക് ചേരുന്നതല്ല. ശക്തമായ നടപടിയെടുത്തു. ഉചിതമായ സമ്മാനം ഭാവിയിൽ ലഭിക്കും. അത്രയേ ഉള്ളൂ. അതല്ലേ പറഞ്ഞത്. അത് നിങ്ങൾ ഇപ്പോഴാ ചോദ്യം ചോദിക്കുമ്പോൾ അതിനെനിക്കിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്കും എനിക്കും നിഗമനത്തിലെത്താൻ കഴിയുക അന്ന് എന്താണ് പരിശോധിച്ചത് എന്ന്. അപ്പോൾ അന്ന് അതാണ് ഞാൻ പറഞ്ഞത്. ഉയർന്നു വന്ന പരാതി, ഒരാൾ രേഖാമൂലം ഒരു പരാതി കൊടുത്താൽ അതിനൊരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിൽ അതെന്താണ് പരിശോധിച്ചത് നോക്കിയാലേ അറിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ മണിക്കൂറിൽ വന്ന ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിയാണ് നിങ്ങളും ഈ വാർത്ത കൊടുക്കുന്നത്, അല്ലേ? അവർ കൊടുത്ത രേഖാമൂലമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ നിങ്ങളും വാർത്ത ചെയ്യുന്നത്. എൻ്റെ മുമ്പിലും ഗവൺമെൻറ് മുമ്പിലുള്ള കാര്യം. ഗവൺമെൻറ് മുമ്പിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു. ആ പ്രശ്നത്തിൽ ശക്തമായ നടപടിയെടുത്തു. കാത്തിരുന്ന് കാണാം. ഇനി പറയട്ടെ, ഇത്തരം പോലീസുകാരോട് എന്തായിരിക്കും ഗവൺമെൻറ് സമീപനം എന്നത് ഈ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു ഗവൺമെൻറ്റും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പോലീസുകാരെ സർവീസിൽ നിന്ന് എക്സ്പെൽ ചെയ്യാറില്ല. അങ്ങനെയൊരു സമീപനം കൂടി അഗ്രസീവായി എടുത്തൊരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്, പിണറായി സർക്കാർ എന്നാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഞങ്ങളുടെ നയം വളരെ ഡിക്ലെയർഡാണ്. അതനുസരിച്ച് തന്നെ ഇതിലും തുടരും. ഇതിലൊറ്റ കാര്യമുള്ളൂ. അതായത് മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകുന്നത്, മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയാണ്. ഈ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ സ്വാഭാവികമായും ആ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യം. അതല്ല, നിങ്ങൾ ഒരു കാര്യം കേൾക്ക്. അതല്ല നിങ്ങൾ പറയുന്നത്. മുൻപ് ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതിക്ക് എന്താണ് സംഭവിച്ചത്, ആ പരാതിയിൽ എന്താണ് സർക്കാർ ആ പരാതിയിൽ മേൽ നടപടിയെടുത്തത്, രേഖാമൂലമുള്ള പരാതിയിൽ മേൽ നടപടിയെടുത്തത് എന്നത് സംബന്ധിച്ച് എനിക്കിവിടെ നിന്ന് പറയാൻ കഴിയുമോ? അല്ല, നിങ്ങൾ കേൾക്കുന്ന ആദ്യം ശ്രദ്ധിക്ക്. ഒന്ന് സംഭവിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം താങ്കൾക്ക് എങ്ങനെ അറിയാം? കേൾക്ക്. ആ പരാതിയിന്മേൽ ഒരാളൊരു പരാതി കൊടുക്കും. നമ്മൾ വസ്തുതാപരമായ കാര്യങ്ങൾ, നമ്മളവിടെ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകരല്ലേ? ഒരു അല്ലെങ്കിൽ പിന്നെ അത് തന്നെ ജനങ്ങളോട് പറയണം. എനിക്കൊരു സംശയം, നിങ്ങൾക്കൊരു സംശയമുള്ള പോലെ ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകരല്ലേ ഇത്? ആണെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ധാരണ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇത് വെച്ചിട്ട് പറയുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു കേൾക്ക്. അപ്പോൾ ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നുള്ള നിലയിൽ നമ്മൾ വസ്തുതാപരമായല്ലേ സംസാരിക്കാവൂ. എന്താ ഫാക്റ്റ്? ഒരു സംഭവമുണ്ടായി,
അങ്ങനെ ആയിരക്കണക്കിന് പരാതികൾ തീർച്ചയായും ഭരണസിരാ കേന്ദ്രത്തിലേക്ക് എത്താറുണ്ട്, പോലീസ് മേധാവിക്ക് വരാറുണ്ട്. അങ്ങനെ ഈ പറയുന്ന പരാതിയിൽ എന്താണ് നടന്നത് എന്നും ആ പരാതി എങ്ങനെയാണ് പരിശോധിച്ചത് എന്നും എനിക്കിവിടെ നിന്ന് പറയാൻ കഴിയോ? അങ്ങ് കേൾക്കുന്നേ, പറയാൻ കഴിയോ? അതെങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ പറയാൻ പറ്റും? പറയട്ടെ, കേൾക്ക്. അപ്പം നമ്മുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ പ്രശ്നം എന്താ? ഇപ്പോഴത്തെ പ്രശ്നം ഒരു വിഷ്വൽ പുറത്തു വന്നു. ആ വിഷ്വലിന്മേൽ സർക്കാർ എന്ത് നടപടിയെടുത്തു, എന്തെടുത്തില്ല എന്നല്ലേ ചർച്ച ചെയ്യാൻ എളുപ്പം, അപ്പം അതിൽ സർക്കാർ കണ്ണടച്ചോ? ഇല്ല, സർക്കാർ അതിൽ കർശനമായ നിലപാട് സ്വീകരിച്ചു. 1. 2, ഇത്തരക്കാരോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്ത്, അത് വളരെ വ്യക്തമാണ്. ഈ കേസിലെ നടപടിയിൽ മാത്രമല്ല, ഇതിനു മുൻപ് അതാണ് ഞാൻ പറഞ്ഞത്, ആരോപണ വിധേയരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ സ്ഥലം മാറ്റം ചെയ്യുകയോ മാത്രമാണ് കേരള പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ വീഴ്ചകളിൽ ഏർപ്പെട്ട പോലീസുകാരെ, ഉദ്യോഗസ്ഥരെ, ഉയർന്ന ഉദ്യോഗസ്ഥരെ പോലും എക്സ്പെൽ ചെയ്യുന്ന ശക്തമായ നടപടി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി സ്വീകരിച്ച, പോലീസ് സേനയുടെ ശുദ്ധീകരണത്തിന് ജനപക്ഷപരമായ തീരുമാനം ശക്തമായി സ്വീകരിച്ച ഒരു മുഖ്യമന്ത്രിയും ഗവൺമെന്റുമാണിത്. സോ വെയിറ്റ് ആൻഡ് സീ എന്നല്ലേ പറയാം.